അതിൻ്റെ 5-ാം അധ്യായത്തിന് 1 മുതൽ പഠിച്ചപ്പോൾ ഒരു പുരോഹിതനാകുന്നതിനെ പറ്റി, ഒരു പുരോഹിതന്റെ മഹാപുരോഹിതന് വേണ്ടുന്നതായ യോഗ്യതകളെ പറ്റി അപ്പോസ്തലനായ ലേഖനകർത്താവ് വിവരിക്കുന്നത് നമ്മൾ അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കണ്ടിരുന്നു. എല്ലാവരും അത് ഓർക്കുന്നുണ്ടെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. കാരണം നമ്മൾ അസ്വസ്ഥതയിൽ പ്രവേശിക്കുന്നതിന് വേണ്ടി ഒരു മഹാപുരോഹിതനും ഒരു വചനവും നമുക്കുണ്ടെന്നും, അങ്ങനെ ഒരു മഹാപുരോഹിതൻ നമ്മളതിൻ്റെ 4-ാം അധ്യായത്തിൽ അവസാനം വായിച്ചപ്പോൾ പാപമൊഴികെ സകലത്തിൽ നമുക്ക് പരീക്ഷിക്കപ്പെട്ട ഒരു മഹാപുരോഹിതൻ ഉണ്ടെന്നും അവരോട് പറഞ്ഞതിന് ശേഷം അവരുടെ ഒരു സംശയമാണ്, അങ്ങനെ ആവുമ്പോൾ ഈ മഹാപുരോഹിതനായിട്ട് യേശു കർത്താവ് ഉണ്ടെന്ന് പറയുമ്പോൾ എങ്ങനെയാണെന്ന് പറയുമ്പോൾ അവരോട് ഒരു മഹാപുരോഹിതന് വേണ്ടുന്ന യോഗ്യതകൾ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിട്ട് അതേ യോഗ്യതകളുള്ള യേശു കർത്താവ് മഹാപുരോഹിതനാണെന്ന് അവരോട് പറയുകയാണ് ലേഖനകർത്താവ് ചെയ്യുന്നത്. എന്നു പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തു അവർക്ക് മഹാപുരോഹിതനായിട്ടുണ്ട് എന്നുള്ളത് അവരെ തെളിയിക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വായിച്ചപ്പോൾ ഓർക്കുന്നുണ്ട്, ഒന്നാമത് നമ്മൾ ചിന്തിച്ചു മഹാപുരോഹിത യോഗ്യത ആരാണ് നിയമിച്ചത്, ഹു അപ്പോയിന്റഡ് ഹിം എന്നുള്ള ചോദ്യം നമ്മൾ കണ്ടു. അതിൻ്റെ 4-ാം വാക്യത്തിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. 5:4 ഇങ്ങനെ വായിക്കുന്നു, എന്നാൽ അഹരോനെ പോലെ ദൈവം വിളിക്കുന്നവനല്ലാതെ ആരും ആ സ്ഥാനം സ്വയമായി എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, അതായത് ദൈവമാണ് മഹാപുരോഹിതനെ അപ്പോയിന്റ് ചെയ്യുന്നത്, പുരോഹിതനെ അപ്പോയിന്റ് ചെയ്യുന്നത് ദൈവമാണെന്ന് ഒന്നാമത് പറയുകയാണ്. അത് അവർക്കറിയാം. അവർ ലേവ്യ പൗരോഹിത്യത്തെ പറ്റി പറയുമ്പോൾ അവർക്കറിയാം അങ്ങനെയാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. എന്നാൽ ഇവരുടെ മനസ്സിൽ ഈ യേശു കർത്താവും ആ ഒരു പൗരോഹിത്യത്തിൽ പോലെ വന്നവനാണെന്നുള്ള ചിന്തയിലാണ് അവരിയ്ക്കുന്നത്. നമുക്കൊരു മഹാപുരോഹിതൻ ഉണ്ടെന്നേ പറഞ്ഞു വരുന്നുള്ളൂ. ആ മഹാപുരോഹിതനാകണമെങ്കിൽ ദൈവം നിയോഗിക്കണം, അത് ഒന്നാമത് പറഞ്ഞു. പിന്നീട് നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ ആ മഹാപുരോഹിതൻ ചെയ്യേണ്ട പ്രവൃത്തി പറഞ്ഞു. അവന് നമ്മളെപ്പോലെ സഹതാപം കാണിപ്പാൻ കഴിയുന്ന മഹാപുരോഹിതനായിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. പിന്നീട് അതെല്ലാം മഹാപുരോഹിതന്റെ യോഗ്യതകളെല്ലാം പറഞ്ഞിട്ട് ഒന്നാം പറഞ്ഞു കാര്യം എന്ത് ചെയ്യണം. നമ്മളതിൻ്റെ 2-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ താനും ബലഹീനത പൂണ്ടവനാകിയാൽ സഹതാപം കാണിപ്പാൻ കഴിയുന്നവൻ ആയിരിക്കണം എന്നുള്ള കാര്യം നമ്മൾ കണ്ടു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യാഗം കഴിക്കാൻ വരുന്ന വ്യക്തികളുടെ ആ സ്വഭാവം, അവരോട് സഹതാപം കാണിക്കണമെങ്കിൽ അതുപോലെ ഉള്ളൊരു വ്യക്തി ആയിരിക്കണം എന്നുള്ള വിഷയം അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം പെട്ടെന്ന് ലേഖനകർത്താവ് നമ്മൾ ഈ വായിച്ച വാക്യത്തിൽ വരുമ്പോൾ ക്രിസ്തുവിലേക്ക് വരിക. അവർക്ക് 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ അവർക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നതെന്നും അവൻ്റെ യോഗ്യത എന്താണെന്നും എന്താണ് അവർ ചെയ്യുന്നതെന്നും അതൊക്കെ അവരോട് പറഞ്ഞ് അവർക്കറിയാം. അവര് അനുഭവിച്ചിട്ടുള്ളതാണ്. മഹാപുരോഹിതൻ എങ്ങനെ വർഷത്തിലൊരിക്കൽ അവർ ചെന്ന് യാഗം അർപ്പിക്കുന്നതും അതുപോലെ തന്നെ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട പൗരോഹിത്യമുള്ള പുരോഹിതന്മാർ വരുന്നതും ഇതൊക്കെ ഇവർക്കറിയാം. അതുപോലെ തന്നെ തങ്ങളെപ്പോലെ തന്നെ ഉള്ള സഹതാപം കാണിപ്പാൻ കഴിയുന്നവനാണെന്നും ഒക്കെ അറിയാം. എന്നാൽ പെട്ടെന്ന് ലേഖനകർത്താവ് ഇവരുടെ മനസ്സിലൊരു സംശയം തോന്നാമെന്നേരം, അങ്ങനെ ആകുമ്പോൾ യേശു മഹാപുരോഹിതനാണെന്ന് പറയുന്നുണ്ട്. നമ്മൾ അതതിൻ്റെ വാക്യത്തിൽ നമ്മൾ വായിച്ചായിരുന്നു. നമ്മൾ 2-ാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ വായിക്കുമ്പോൾ നമ്മളിങ്ങനെ കണ്ടായിരുന്നു. 17-ാം വാക്യത്തിൽ അവരോട് പറഞ്ഞു, ദൈവകാര്യങ്ങളിൽ വിശ്വസ്ത മഹാപുരോഹിതനാകേണ്ടതിനെന്ന് പറഞ്ഞിരുന്നു അവരോട്. നമ്മൾ വായിച്ചതാ. അവിടെ തൊട്ട് മഹാപുരോഹിതനെ പറ്റി പറഞ്ഞു വരുന്നുണ്ട്. അങ്ങനെ ഇവരുടെ മനസ്സിൽ എന്നാലും ഇവനും ആ പൗരോഹിത്യം പോലെ ദൈവത്താൽ അപ്പോയിന്റ് ചെയ്യപ്പെട്ടവനാണോ എന്നൊരു ചോദ്യം അവരുടെ മനസ്സിൽ വന്നപ്പോൾ അതിൻ്റെ ഉത്തരമാണ് തുടർന്നുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിച്ചത്. 5-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു തുടങ്ങുന്നത് എങ്ങനെയാണ്? 5-ാം വാക്യം ആർക്കെങ്കിലും ഒന്ന് വായിക്കാം. 5-ാം വാക്യം ഒന്ന് വായിക്കാം. വായിച്ചോ. ആവണ്ണം ക്രിസ്തുവും മഹാപുരോഹിതനാകുവാനുള്ള മഹത്വം സ്വതവേ എടുത്തിട്ടില്ല. നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് അവനോട് അരുളി ചെയ്തവൻ അവന് കൊടുത്തതത്രേ. ഇവിടെ പെട്ടെന്ന് താൻ ഇവിടെ പറഞ്ഞു വരുന്നത് ഈ മഹാപുരോഹിതൻ പറയുക ആരാണ് അപ്പോയിന്റ് ചെയ്തത്. ഔവണ്ണം എന്ന് തന്നെയാണ് പറഞ്ഞു തുടങ്ങുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് സൂചിപ്പിച്ചു പോയായിരുന്നു. അതുപോലെ തന്നെ ഔവണ്ണം എങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് പറയുന്നത് അഹരോനെ ദൈവം അപ്പോയിന്റ് ചെയ്തതുപോലെ നമ്മൾ വായിക്കുകയാണ് ഇവിടെ ഈ വാക്യത്തിൽ വരുമ്പോൾ. ഔവണ്ണം ക്രിസ്തുവും എന്താണ്
he also appointed by God. അതുകൊണ്ടും തന്നെ യേശു കർത്താവ് വന്നിട്ട് ഞാൻ മഹാപുരോഹിതനാണെന്ന് പറയുകയല്ല. എന്ത് ചെയ്തു? ലേവിയ പൗരോഹിത്യത്തിൽ പൗരോഹിതനെ അപ്പോയിന്റ് ചെയ്തതുപോലെ തന്നെ എന്ത് ചെയ്തു? ഇവനെയും ക്രിസ്തുവിനെയും ആ മഹാപുരോഹിതനാകാനുള്ള യോഗ്യത, അല്ലെങ്കിൽ അത് ദൈവം അവന് കൊടുത്തതാണെന്ന് പറയുകയാണ്. അന്നേരം നമുക്കൊരു ചോദ്യം വരും, ഈ ആര് കൊടുത്തു, എങ്ങനെ കൊടുത്തു എന്നൊരു ചോദ്യം വരും. ദൈവം കൊടുത്തു എന്ന് പറയുന്നുണ്ട്, അതിന്റെ പ്രൂഫ് എവിടാ? അപ്പൊ അവര് ചോദിക്കുന്ന കാര്യമാണ്. പഴയ നിയമത്തിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചായിരുന്നു, ലേവ്യ പുരോഹിതന്മാരെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്നുള്ള കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. അതവർക്ക് അറിയാവുന്ന കാര്യമാണ്, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. എന്നാൽ ക്രിസ്തുവിന്റെ കാര്യം വരുമ്പോൾ പറയുകയാണ്, ക്രിസ്തുവും സ്വന്തമായിട്ട് ഏറ്റെടുത്തൊന്നുമല്ല എന്ന് താൻ പറഞ്ഞ ഒന്നാമത്തെ ഭാഗത്തിൽ, 5-ാം വാക്യത്തിന് 1-ാം ഭാഗത്തിൽ പറയുകയാണ്. അങ്ങനെ മഹാപുരോഹിതനാകുവാനുള്ള ഈ മഹത്വം അല്ലെങ്കിൽ ആ യോഗ്യത ക്രിസ്തു സ്വയമേ ഏറ്റെടുത്തിട്ടില്ല. അതിന് അടുത്ത ചോദ്യമാണ്, എങ്ങനെ കിട്ടിയവന്? എങ്ങനെ കിട്ടിയെന്നുള്ളതിന്റെ ഉത്തരമാണ് അതിന് നമ്മൾ 5-ാം വാക്യത്തിന് 2-ാം ഭാഗത്ത് പറയുന്നത്. ആരോ ഒരുവന് കൊടുത്തതാന്നാ പറയുന്നത്. നമ്മൾ ആ വാക്യം വായിക്കുന്നത് എങ്ങനെ? ആര് കൊടുത്തതാ പറയുന്നത്? ആരോ ഒരാൾ പറഞ്ഞു, അവൻ കൊടുത്തതാന്നാ പറയുന്നത്. അങ്ങനല്ലേ പറഞ്ഞിരിക്കുന്നത്? നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നുവെന്ന് അരുളി ചെയ്തവൻ അവന് കൊടുത്തതത്രേ. അപ്പോൾ ആരാണ് കൊടുത്തത്? അന്നേരം ഒരു ചോദ്യം വരികടാ, ഇതാരാ ഈ പറഞ്ഞേക്കുന്നത്? നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. അതായത് thou art my son, this day I have begotten thee എന്ന് പറഞ്ഞവൻ അവന് കൊടുത്തിരിക്കുക. ഞാനിത് പറഞ്ഞതാ, ഇത് ആര് പറഞ്ഞതാണെന്ന് നമ്മൾ നേരത്തെ ഒന്ന് പഠിച്ചതാണ്, നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മൾ പറയുന്നുണ്ട് ഈ വാക്യം എവിടുന്നുള്ള കൊട്ടേഷനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ പറഞ്ഞു, ഇവരോട് ഈ ലേഖനം എഴുതുമ്പോൾ അവരുടെ മുമ്പിലുള്ള ഒരേ ഒരു ബുക്ക് എന്ന് പറയുന്ന പഴയ നിയമമാണ്. പഴയ നിയമത്തിൽ സങ്കീർത്തനത്തിൽ വാക്യമാണ് ഇവിടെ നമ്മൾ കോട്ട് ചെയ്യുന്നത്. നമുക്കറിയാം ആ വാക്യം തന്നെ എബ്രായ ലേഖന കർത്താവ് 1-ാം അധ്യായത്തിലും കോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാനത് നമുക്കത് വായിക്കുമ്പോൾ അറിയാവുന്നതാണ്. ഞാനത് പിന്നീട് അങ്ങോട്ട് കടന്നു വരാം. അത് നിങ്ങൾ എടുത്തു നോക്കിയാൽ അറിയാം. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചതാണ് ഇതേ വാക്യം. 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തില് 2 കൊട്ടേഷൻസ് അവിടെ പറഞ്ഞു. നിങ്ങൾ വാക്യം ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. എബ്രായ ലേഖനം 1-5 ഇങ്ങനെ വായിക്കാം, നീ എൻ്റെ പ്രിയപുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. കാര്യം സങ്കീർത്തനം 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യമാണ്. സാംസിലെ കൊട്ടേഷൻ. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവർക്ക് ഈ ലേഖനം എഴുതുമ്പോൾ ഇവരുടെ കയ്യിൽ ദൈവിക വചനമെന്ന് പറയുന്ന പഴയ നിയമം മാത്രമേ ഉള്ളൂ. അതിനകത്തുനിന്ന് വേണം ക്രിസ്തുവിന്റെ മഹാപുരോഹിതനാണെന്നുള്ള തെളിയിച്ചു വരാൻ. അന്നേരം ലേഖനകർത്താവ് പറയുകയാണ്, യേശു കർത്താവ് മഹാപുരോഹിതനാണ്, ആരും സ്വയം ഏറ്റെടുത്തതല്ല, പിന്നെ ആരോ കൊടുത്തതാണ്. ആര് കൊടുത്തതാണ്? അത് നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞവൻ അവന് കൊടുത്തതാണ്. അത് 1-ാം അധ്യായത്തിൽ താൻ ഓൾറെഡി പ്രൂവ് ചെയ്തു. അവിടെ പറയുകയാണ്, നീ എൻ്റെ പ്രിയപുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്ന കൊട്ടേഷൻസ് പറഞ്ഞിട്ട് പറയുക. 8-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ പുത്രനോടോ, ഇത് ആദ്യ പറയുന്നതാ, പിതാവ് പുത്രനോട് പറയുന്ന വാക്യങ്ങളാണ് 1-ാം അധ്യായത്തിൽ. നമ്മളത് പഠിച്ചപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു, നീ എനിക്ക് പുത്രനും ആയിത്തീരുമെന്നുള്ളതും, പിന്നെ ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ എന്ത് ചെയ്യണം, നമസ്കരിക്കണമെന്നും ഒക്കെ പറയുന്നത് പിതാവായ ദൈവം പുത്രനോട് പറയുന്ന കൊട്ടേഷൻസ് ആണ് നമ്മൾ ഈ ഓരോ 1-ാം അധ്യായത്തിൽ കണ്ടത്. അവിടെ താൻ തെളിയിച്ചിട്ടുണ്ട് ഇതാരോട് പറയുന്നതാണ്? പുത്രനോട് പിതാവ് പറയുന്നതാണ്. താൻ ഇവിടെ അതേ വാക്യം എടുത്തിട്ട് വീണ്ടും പറയുക, നീ എൻ്റെ പ്രിയപുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് അങ്ങനെ പറഞ്ഞവൻ കൊടുത്തതാണ്. ഞാൻ നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഈ പൗരോഹിത്യം അല്ലെങ്കിൽ പുരോഹിതം എന്നുള്ള ഈ യോഗ്യത യേശുക്രിസ്തു സ്വതവേ ഏറ്റെടുത്തതല്ല. ആര് കൊടുത്തതാ? ഇങ്ങനെ പറഞ്ഞവൻ കൊടുത്തതാണ്. അവർക്കന്നേരം പെട്ടെന്ന് അവര് പോയി എടുക്കുന്നതെന്നറിയാം. പഴയ നിയമം സങ്കീർത്തനം 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുള്ള വാക്യമാണ്, നീ എൻ്റെ പ്രിയപുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത്. ഞാൻ അന്നേരം ഒരു കാര്യം പറഞ്ഞു. ഈ പറയുന്നത് നമ്മൾ 1-ാം അധ്യായം പഠിച്ചപ്പോൾ ഞാൻ 2-3 കാര്യങ്ങൾ പറഞ്ഞതാ. ഇവിടെ ഈ പറയുന്ന ഒരു വാക്യം എന്ന് പറയുന്നത് മാനുഷികമായിട്ട് നോക്കിയാൽ ബുദ്ധിയില്ലാത്തൊരു വാക്യമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കൃഷ്ണൻ, ഞാൻ പറഞ്ഞതാ, കൃഷ്ണൻ എൻ്റെ അടുത്ത് ഇരിക്കുക, നീ എൻ്റെ പ്രിയപുത്രനാ, നിന്നെ ഞാൻ ഇന്ന് ജനിപ്പിച്ചിരിക്കുന്ന കൃഷ്ണനോട് പറഞ്ഞു കഴിഞ്ഞാൽ യോജിക്കുവോ? ഞാൻ നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞതാ. ആ കൃഷ്ണനെ അടിച്ചു വരുത്തിയിരുന്നു, മോനെ നീ എൻ്റെ പ്രിയപുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. എടാ, എന്തൊരു വല്ലാത്ത സ്റ്റേറ്റ്മെന്റായി പറയുന്നത്, ഒരു വിഡ്ഢിത്തരമല്ലേ പറയുന്നത്. ഇവൻ ജനിച്ചത് എത്ര വർഷങ്ങൾക്ക് മുമ്പാ, അതിന് പിന്നെ എങ്ങനെ ഇന്ന് ജനിപ്പിച്ചെന്ന് പറയുന്നത്? അത് ഞാൻ അന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. എന്തിനെപ്പറ്റി പറയാന്ന് പറഞ്ഞു?
ഇത് സങ്കീർത്തനത്തിൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് അറിയാമോ, അതൊരു വാഗ്ദത്തമായിരുന്നു. പുത്രനെ പറ്റിയുള്ള ഒരു വാഗ്ദത്തമാണ്. ഇനി ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ഒരു വാഗ്ദത്തമായിരുന്നു. ആ വാഗ്ദത്തം പിന്നീട് പ്രൂവ് ചെയ്താണ് പറയുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ നിങ്ങളുടെ മുമ്പിൽ അതെടുത്ത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയേക്കാം. അതായത് നേരെ പുത്രൻ അടുത്തിരിക്കുക, പുത്രനെ നോക്കിയിട്ട് പിതാവ് പറയുക, നീ എൻ്റെ പ്രിയപുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കും, എപ്പോൾ ജനിപ്പിച്ചു, എങ്ങനെ ജനിപ്പിച്ചു? പുത്രനായിട്ട് ഓൾറെഡി ഉണ്ടല്ലോ, ഇനി എങ്ങനെ ജനിപ്പിച്ചെന്ന് പറയുന്നത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമ്മുടെ ചിന്തയിൽ വരാം. എന്നാൽ ഇത് നമ്മൾ അന്ന് വായിച്ചതായെങ്കിലും എനിക്കറിയാം, നമുക്ക് മറവി ഉള്ളത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വായിക്കുന്നതുകൊണ്ട് തെറ്റില്ല. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇതേ വാക്യത്തിന്റെ ഫുൾഫിൽമെന്റ് നമ്മൾ കാണുന്നുണ്ട്. ആക്ട്സ് ചാപ്റ്റർ 13, അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിന്റെ 32 ആർക്കൊന്ന് വായിക്കും, 32, 33 വാക്യം ആരെങ്കിലും ഒന്ന് വായിക്കാം. ദൈവം പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തം യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ മക്കൾക്ക് നിവർത്തിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നു. നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചു എന്ന് 2-ാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. മതി. അവിടെ നിങ്ങൾ വായിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ വേദഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറയുകയാണ്, ദൈവം പിതാക്കന്മാരോട് ചെയ്ത ഒരു വാഗ്ദത്തമായിരുന്നു. എന്തെന്ന് പറയുന്നത്? നീ എൻ്റെ പ്രിയപുത്രൻ, ഇന്ന് നിന്നെ ഞാൻ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്ന കാര്യം സംഭവിക്കാൻ പോകുന്ന ഒരു വാഗ്ദത്തമായിരുന്നു. അന്നേരം എപ്പോഴാണ് ജനിപ്പിച്ചത്? നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ച് വായിച്ചാൽ അറിയാം. നമ്മൾ 1-ാം അധ്യായം വായിച്ചപ്പം അത് പറഞ്ഞതാ, എങ്കിലും ഒന്നുകൂടെ അങ്ങ് പറയുക, നിങ്ങൾക്ക് മാറിപ്പോകാതിരിക്കാൻ വേണ്ടി പറയുകയാണ്, യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ മക്കൾക്ക് നിവർത്തിച്ചിരിക്കുന്നു. അപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നെ ഇന്ന് ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. അതായത് പുത്രൻ തമ്പുരാൻ ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലതുഭാഗത്തിരിക്കുക. എപ്പോഴാണ്? താൻ മരണഭാഷങ്ങളെ അഴിച്ച് താൻ ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലതുഭാഗത്ത് വന്നപ്പോൾ പുത്രനെ നോക്കിയിട്ട് പിതാവ് പറയുക, നീ എൻ്റെ പ്രിയപുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലായല്ലോ. അനാദിയിലെ ഉള്ളവനായ പുത്രൻ, അല്ലെങ്കിൽ നിത്യതയിലെ ഉള്ള പുത്രൻ, താൻ നമ്മളത് പറഞ്ഞ കാര്യമാണ്. ആ ഏകജാതനായ പുത്രൻ താൻ നമുക്ക് വേണ്ടി ഭൂമിയിൽ വന്ന് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റപ്പോൾ ആദ്യജാതനായി മാറി. അവനെ നോക്കിയിട്ട് പിതാവ് പറയുകയാണ്, നീ എൻ്റെ പ്രിയപുത്രൻ, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. അതായത് ഇവിടെ ഈ വാക്യം എടുത്തിട്ട് ഞാനത് അവിടെ ജസ്റ്റ് പറഞ്ഞു പോയെന്നുള്ളതേ ഉള്ളൂ, നമ്മളന്ന് പഠിച്ചതാണത്. ഇത് പറഞ്ഞതിൻ്റെ അർത്ഥം ഇവിടെ അന്നേരം ഇവർക്കിത് പറയുമ്പോൾ മനസ്സിലാകും എന്ന് വെച്ച് കഴിഞ്ഞാൽ സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ കാര്യമാണ്. അത് പറഞ്ഞിരിക്കുന്നത് പിതാവ് പുത്രനോട് പറഞ്ഞതാണ്. അപ്പോൾ ആ പിതാവാണ് പുത്രനെ മഹാപുരോഹിതനാകുവാനുള്ള ആ മഹത്വം പുത്രൻ സ്വയം ഏറ്റെടുത്തതല്ല, ഇങ്ങനെ പറഞ്ഞവൻ അവന് കൊടുത്തതാണ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. ഇതേ വാക്യം നമ്മൾ പത്രോസ് അപ്പോസ്തലനും കോട്ട് ചെയ്തിട്ട് പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവ് പറയുന്നത് പോലെ പറഞ്ഞിട്ട് നമ്മൾ തൻ്റെ പ്രസംഗത്തിൽ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ തന്നെ അത് വിശദീകരിച്ചിട്ട് തന്നെ അത് പറയുന്നുണ്ട്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒന്ന് അവർക്ക് മനസ്സിലായി. ഞാനൊരു വിഷയത്തിലേക്ക് മടങ്ങി വരികയാണ്. അവർക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ പൗരോഹിത്യം അപ്പോൾ ആര് കൊടുത്തതാണ്? പിതാവായ ദൈവം പുത്രന് കൊടുത്തതാണ്. എങ്ങനെയാണോ ലേവ്യർക്ക് ദൈവം പൗരോഹിത്യം കൊടുക്കുന്നത്, അതുപോലെ പുത്രന് കൊടുത്തത്. അത് കേട്ടപ്പോൾ അവർക്ക് സന്തോഷമായി. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തെ വിശ്വസിക്കാൻ തയ്യാറാ. അന്നേരം അടുത്ത ചോദ്യം അവരുടെ മനസ്സിൽ വരും. അന്നേരം അവർ പറയും, അങ്ങനെ ആകുമ്പോൾ ഇവരുടെ മനസ്സിലിരിക്കുന്ന പൗരോഹിത്യം ലൈവ പൗരോഹിത്യമാണ്. ഇതുവരെ മറ്റൊന്നും അവർക്ക് അറിയത്തില്ല, അവർ ചിന്തിച്ചിട്ട് പോലും ഇല്ല. അങ്ങനെ ആകുമ്പോൾ യേശു ക്രിസ്തുവും ഈ ലേവ്യ പൗരോഹിത്യത്തിൽ പെട്ടവനാണെങ്കിൽ പിന്നെന്തിനാ ഒരു പുരോഹിതൻ വരേണ്ടി? ഞങ്ങൾക്ക് എത്രയോ പുരോഹിതന്മാരും മഹാപുരോഹിതന്മാരും തലമുറകളായിട്ടുണ്ടായിരുന്നു എന്നൊരു ചോദ്യം ഇവരുടെ മനസ്സിൽ വരും. അപ്പോൾ പെട്ടെന്ന് അടുത്ത വാക്യത്തിൽ പറയുകയാണ്, അതിന്റെ 6-ാം വാക്യത്തിലേക്ക് വായിക്കുമ്പോൾ, 6-ാം വാക്യം ഒന്ന് വായിച്ചോ. അങ്ങനെ മറ്റൊരിടത്തും നീ മൽക്കിസേദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് പറയുന്നു. ഇങ്ങനെ നമ്മളത് ഇംഗ്ലീഷിൽ വായിക്കുന്നത്, as he said also in another place, thou art a priest forever after the order of Melchizedek. എന്നാൽ അടുത്ത വാക്യത്തിൽ താന്
വീണ്ടും ഇവർക്ക് വേറൊരു ഇവർ ചിന്തിച്ചത് ലേവ്യ പൗരോഹിത്യത്തിൽപ്പെട്ടവനായിരിക്കാം ക്രിസ്തു എന്നാണ് ചിന്തിച്ചത്. അതുകൊണ്ട് അവർ ചിന്തിച്ചു അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിന് പ്രത്യേകതയൊന്നും പറയാനില്ല. ഞാൻ നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. കാര്യം അവർ ചിന്തിക്കും ക്രിസ്തുവിന് എന്താ മഹത്വം കൂടുതലുള്ളത്, ഞങ്ങൾക്ക് അറിയാവുന്ന പൗരോഹിത്യത്തിൽപ്പെട്ടവൻ തന്നെയാണല്ലോ അവനും എന്ന് ചിന്തിച്ചേക്കാം. പക്ഷെ പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് വേറൊരു സങ്കീർത്തനത്തിലെ ഒരു വേദഭാഗം കോട്ട് ചെയ്തിട്ട്, അതായത് ഇവിടെയുള്ള അതും സങ്കീർത്തനത്തിൽ നിന്നാ 110-ാം സങ്കീർത്തനത്തിന്റെ 4-ാം വാക്യം, സാംസ് നമ്പർ 110 വേഴ്സ് 4, 110-ാം സങ്കീർത്തനത്തിന്റെ 4-ാം വാക്യം. മൽക്കീസേദെക്കിന്റെ വിധത്തിൽ എന്നേക്കും ഒരു പുരോഹിതനെന്ന് യഹോവ സത്യം ചെയ്തു അനുദപിക്കുകയില്ല. ഇപ്പോൾ ഇവിടെ പറയുകയാണ്, ഈ തന്റെ വലതുഭാഗത്തിരിക്കുന്ന പുത്രനെ നോക്കിയിട്ട് ഒന്നാമത് എന്ത് പറഞ്ഞു? ഇവൻ എന്റെ പ്രിയപുത്രൻ, അല്ല നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞവൻ കൊടുത്തതാണെന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. നമ്മൾ 110-ാം സങ്കീർത്തനത്തിൽ അതുവരെ മറഞ്ഞു കിടന്നൊരു മർമ്മം ലേഖനകർത്താവ് ഇവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുക. മാത്രമല്ല അവൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോ വായിച്ച വാക്യത്തിൽ പറയുക, അങ്ങനെ ദൈവം അരുളി ചെയ്തിരിക്കുന്നു, യഹോവ അരുളി ചെയ്തിരിക്കുന്നു, മാറ്റം വരുത്തുമില്ല. അന്നേരം ഇവർക്കറിയത്തില്ല ഇതെന്തോ പറയുന്നെന്ന്. പെട്ടെന്ന് പറയുക, അങ്ങനെ മറ്റൊരിടത്തും ഈ വാക്യത്തിലേക്ക് കടന്നിട്ട് പറയുക, നീ മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് പറയുന്നു. പെട്ടെന്ന് താന് ഈ ഒരു വാക്യം എടുത്തോണ്ട് കൊണ്ടുവന്ന് അവരുടെ മനസ്സിലേക്ക് പുതിയ ഒരു മഹാപൗരോഹിത്യത്തെ പറ്റിയുള്ള വാക്ക് കൊടുക്കുക. അതുവരെ അവർ ചിന്തിച്ചിരുന്നത് ലേവ്യ പൗരോഹിത്യത്തിൽ പെട്ടവനാണ്, ഞങ്ങൾക്ക് ലേവ്യ പൗരോഹിത്യം അറിയാം, അവിടുത്തെ യാഗക്രമങ്ങൾ അറിയാം, അവിടെ എങ്ങനെ ചെയ്യുന്നെന്നറിയാം. പക്ഷേ ഇവരുടെ കയ്യിലിരിക്കുന്ന തിരുവചനം വെച്ചുകൊണ്ട് തന്നെ അവരോട് പറയുകയാണ്, 110-ാം സങ്കീർത്തനത്തിന്റെ 4-ാം വാക്യത്തില് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം ഒരു പുരോഹിതൻ വരുന്നുണ്ട്. അത് ഇവരുടെ ചരിത്രത്തിൽ ഇവർ കേട്ടിട്ടില്ല, ഇവർക്കറിയത്തില്ല. അതിന് പകരമായിട്ട് അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്, ആ പുരോഹിതൻ ഇവനാണ് എന്നുള്ളൊരു ചിന്ത അവരുടെ മനസ്സിൽ കൊടുക്കുക. മൽക്കീസേദെക്ക് എന്ന് പറയുന്ന ഒരു വ്യക്തി, ഞാനിത് ഒരു ക്ലാസ്സിൽ, ഞാൻ ഈ അടുത്ത നമ്മുടെ വേറെ ക്ലാസ്സിൽ ഈ ഒരു വലിയ ആത്മീയമായിട്ടൊരു മൽക്കീസേദെക്ക് ആരാണെന്നുള്ള വിഷയത്തെ പറ്റി നിങ്ങൾക്കത് വിശദീകരിച്ച് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് തിരുവചനത്തിന്റെ ഒരു വലിയ ക്രമം മനസ്സിലാക്കാൻ പറ്റും. ഞാൻ അന്നേരം വരുമ്പോൾ പറയാം. അതായത് ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാമിന്റെ ചരിത്രത്തിൽ പറയുന്ന 2-3 വാക്യങ്ങളിൽ പറയുന്ന ഒരു രാജാവ് മാത്രമാണ് ഈ മൽക്കീസേദെക്ക്. നമ്മളിപ്പോ ഈ മൽക്കീസേദെക്കിനെ പറ്റി പറഞ്ഞില്ലെങ്കിലും ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാമിന്റെ ചരിത്രത്തിൽ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. ബൈബിളിന്റെ ഹിസ്റ്ററിക്ക് ഒരു വ്യത്യാസം ഉണ്ടാകും. കാര്യം അവിടുത്തെ ഒരു ചെറിയ, ഇപ്പൊ അബ്രഹാം ഇല്ലെങ്കിൽ ബൈബിളിന്റെ ചരിത്രം എല്ലാം മാറിപ്പോകും, ഇല്ലേ? നമുക്കറിയാം. എന്തായാലും ഈ മൽക്കീസേദെക്ക് എന്ന് പറയുന്ന ഒരു വ്യക്തി ചെറിയ 4 വാക്യങ്ങളിൽ പഴയ നിയമത്തിൽ ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തപ്പെട്ട ഒരു രാജാവാണ്, ഒരു പുരോഹിതനാണ്. ദൈവം എന്തിനാ അത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ തിരുവചനത്തിന്റെ സത്യം പഠിക്കുമ്പോൾ ഈ തിരുവചനത്തിന്റെ ആ അർത്ഥം ഗ്രഹിക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് മനസ്സിലാകാത്തൊരു കാര്യം, ദൈവം എത്ര അത്ഭുതകരമായിട്ടാണ് ഈ വചനത്തെ ക്രോഡീകരിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ അബ്രഹാം അവരെല്ലാം ജയിച്ചിട്ട് വരുമ്പോൾ ഒരു രാജാവ് വന്ന് എതിരേൽക്കുന്നു, രാജാവിന് ദശാംശമൊക്കെ കൊടുത്തേച്ച് പുള്ളി എന്ത് ചെയ്യുന്നു, അങ്ങ് പോകുന്നു. ഇത്രയും അവിടെ പറഞ്ഞു നിർത്തി. പിന്നെ മൽക്കീസേദെക്കും ഇല്ല, ആരും ഇല്ല, ഒന്നുമില്ല. പക്ഷേ പ്രവചനാത്മാവിൽ വർഷങ്ങൾക്ക് ശേഷം ദാവീദ് 110-ാം സങ്കീർത്തനം എഴുതുമ്പോൾ അതിന് 4-ാം വാക്യത്തിൽ ഇങ്ങനൊരു വാക്യം മാത്രം പറഞ്ഞിട്ട് പോകും. അതാണ് നമ്മളിപ്പോ വായിച്ചത്. എന്താ എഴുതിയിരിക്കുന്നത്? നീ മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് യഹോവ സത്യം ചെയ്തിരിക്കുന്നു, അനുദപിക്കയില്ലെന്നൊരു വാക്യം എഴുതിയിട്ട് പോയി. ഞാൻ നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അതിന് ഇടയ്ക്കോ തിരുവചനത്തിൽ ഒരിടത്ത് പോലും മൽക്കീസേദെക്ക് എന്നൊരു പേരില്ല. എന്നിട്ട് പിന്നെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വേറെ ഒരിടത്തും മൽക്കീസേദെക്ക് എന്നൊരു പേരില്ല. എന്നാൽ ദൈവാത്മാവ് എബ്രായ ലേഖനത്തിൽ കൂടെ വരുമ്പോൾ ക്രിസ്തുവിന്റെ പൗരോഹിത്യ ശുശ്രൂഷ വിശദീകരിക്കുന്നതിന് വേണ്ടി ഞാൻ പറയാം, അന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ ഉള്ള മൽക്കീസേദെക്കിനെ ദാവീദ് വർഷങ്ങൾക്ക് ശേഷം പറഞ്ഞ പ്രവചനത്തിൽ കൂടെ എബ്രായ ലേഖനത്തിൽ കൊണ്ടുവന്നിട്ട് പറയുകയാണ്, ഈ ക്രിസ്തു ഈ പൗരോഹിത്യത്തിന്റെ ഭാഗമാണ്. ഞാനിത് തുടർന്നുള്ള അധ്യായങ്ങളെല്ലാം വിവരിക്കുമ്പോൾ ഈ
ഒരു വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് വിശദീകരിക്കുന്നത്. ഇപ്പം നമുക്ക് എബ്രാഹിം പഠിച്ച് നിങ്ങൾക്കറിയാം. ഞാൻ നിങ്ങളുടെ ഒരു ചിന്തയ്ക്ക് വേണ്ടി വിടുക. നിങ്ങളിതൊക്കെ വായിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയാമെന്ന് വിശ്വസിക്കുകയാണ്. മുമ്പോട്ടുള്ള അധ്യായങ്ങളൊക്കെ വായിച്ച് നോക്കുന്നുണ്ടായിരിക്കും. ഇവൻ ആരടാ ഈ മെൽക്കിസദേക്ക് എന്നൊക്കെ. ഇത് ചില കട്ടിയുള്ള വിഷയമാണ്. അത് നിങ്ങൾ 6-ാം അധ്യായത്തിൽ, ഞാൻ ജസ്റ്റ് 2-3 കാര്യം കൂടെ പറഞ്ഞിട്ട് അങ്ങ് പോകാം. 6-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ വായിക്കുമ്പം എബ്രായ ലേഖനമാണ്. അത് നിങ്ങൾ വായിക്കണം, നിങ്ങൾ നോക്കിയാൽ മതി, വായിക്കാൻ സമയമില്ല. അത് അവിടെ വീണ്ടും ഈ 6-ാം അധ്യായം മുഴുവൻ വിശദീകരിക്കുന്നതിന്റെ അർത്ഥമെന്ന് പറയുന്നത് എന്തിനെ പറ്റി പറയാനായിരുന്നു? മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം ഒരു പുരോഹിതൻ വരുന്നു എന്നുള്ളത് പറയാൻ വേണ്ടിയാണ്. 7-ാം അധ്യായത്തിൽ പിന്നെ വരുമ്പോൾ ഈ മൽക്കിസദേക്കിനെ പറ്റിയാണ് പിന്നീട് വിശദീകരിക്കുന്നത്. ഞാനിത് നിങ്ങൾ പിന്നീട് പറയാം. പക്ഷേ ഈ ലേഖനം എഴുതിയപ്പോൾ പൗലോസിന് ഒരു കാര്യം അറിയാം. ഈ വ്യക്തിയെ പറ്റി പറഞ്ഞെങ്കിൽ മാത്രമേ ക്രിസ്തുവിനെ പറ്റിയുള്ള ക്രിസ്തുവിന്റെ മഹാപൗരോഹിത്യവും പുതിയ നിയമസഭയിൽ നമ്മൾ ഓരോരുത്തരുടെ പൗരോഹിത്യം വ്യക്തമായിട്ട് പറയാൻ പറ്റത്തുള്ളത് കൊണ്ട് ദൈവാത്മാ വന്നേ ഉൽപ്പത്തി പുസ്തകത്തിൽ ചെറിയൊരു വാക്യത്തില് ക്രോഡീകരിച്ച് ദൈവാത്മാവ് ചരിത്രപരമായ പൂർത്തീകരണമായിട്ട് ഇവിടെ കൊണ്ടുവന്നിരിക്കുക. ഞാൻ നിങ്ങൾക്ക് പറയാം. അതുകൊണ്ടാണ് നമ്മൾ 5-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ഞാൻ പണ്ട് പഠിച്ചോ പറഞ്ഞതാണ്, എന്തുവാ നമ്മൾ ഈ വാക്യം ഞാൻ വായിച്ച 5-11 ഇങ്ങനെ പറയാ, ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറവാനുണ്ടെങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരായി തീർന്നതുകൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷയം. ആരെ പറ്റിയാ? ഇതിനെക്കുറിച്ചെന്നല്ല, ഞാൻ പറഞ്ഞു ഇംഗ്ലീഷ് വഴിയിലോട്ട് നോക്കിയാൽ പറ്റി, ഇവനെ കുറിച്ചെന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ ഈ മെൽക്കീസദേക്കിനെ കുറിച്ച് വിവരിച്ചു തരുവാൻ ആവശ്യമാണെന്ന് ആര് പറയുക? ലേഖനകർത്താവ് പറയുക. അത് നിങ്ങൾക്ക് കേൾപ്പാൻ ഇന്ന് നമുക്കറിയാം, ഇവിടെ ബൈബിൾ ക്ലാസ് ഒക്കെ വെക്കുമ്പം വരുന്ന ആൾക്കാരുടെ എണ്ണം കുറയും. മെൽക്കീസദേക്ക് എന്താ വെച്ചാൽ വേറെ ഇഷ്ടംപോലെ കാര്യങ്ങൾ കിടക്കുന്നു, ഒറ്റ വീശിയ വീഴുന്ന കാര്യവും കൃപാവര ശുശ്രൂഷയും പറയുമ്പോൾ മെൽക്കീസദേക്കെന്നോ. എന്നാലും ഇവിടെ മെൽക്കീസദേക്കിനെ പറ്റിയുള്ള പൗലോസ് പറയും, ഇത് പഠിച്ചെങ്കിൽ മാത്രമേ എന്തുള്ളൂ, അവര് ആത്മീയമായിട്ട് വളർച്ചയിലേക്ക് വരത്തുള്ളൂ. നമ്മുടെ ക്രിസ്തീയ ജീവിതം, ഞാൻ പറയാം, തിരുവചനത്തിലെ പുതിയ നിയമത്തിലെ 2 പ്രധാന അധ്യായങ്ങൾ റോമാലേഖനവും എബ്രായ ലേഖനവും അടിസ്ഥാന ഉപദേശങ്ങൾ വിശദീകരിക്കുന്നത്. ഒരു ക്രിസ്തു വിശ്വാസിയുടെ പൗരോഹിത്യ ശുശ്രൂഷ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള പുസ്തകമാണ് എബ്രായ ലേഖനം. നമ്മൾ അത് മനസ്സിലാക്കിയില്ലെങ്കിൽ ആത്മീയ പക്വതയിൽ നമുക്ക് എത്താൻ പറ്റത്തില്ല. അത് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് വരാൻ ബുദ്ധിമുട്ട്. അത് പൗലോസ് അന്ന് എഴുതിയപ്പോൾ തന്നെ എഴുതി, ഇത് തെളിയിച്ചു തരുവാൻ വലിയ ബുദ്ധിമുട്ടാണെന്ന്. കാര്യം ഇത് എവിടെ കിടക്കുന്ന വ്യക്തിയാ? ഉൽപ്പത്തി പുസ്തകത്തിൽ കിടക്കുന്ന വ്യക്തി ദാവീദ് പ്രവചനാത്മാവിൽ പറഞ്ഞ് എബ്രായ ലേഖനത്തിൽ കൊണ്ടുവന്നിട്ട് അവനിലൂടെ അടുത്ത 6-7 അധ്യായങ്ങളിൽ ഈ മെൽക്കീസദേക്കിനെ പറ്റി വിശദീകരിച്ചിട്ട് ക്രിസ്തുവിന്റെ പൗരോഹിത്യവും പുതിയ നിയമസഭയിലായിരിക്കുന്ന നമ്മുടെ പൗരോഹിത്യവും കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുന്ന ശുശ്രൂഷയുടെ മഹത്വവും വിശദീകരിച്ച് കഴിയുമ്പോൾ ഈ എബ്രായ വിശ്വാസികൾ പറയാം, നിങ്ങൾ കടന്നു പോകുന്ന കഷ്ടതകളൊന്നും പ്രശ്നമല്ല. ആ കഷ്ടതയിൽ ഇരിക്കുന്ന ജനത്തോട് പറഞ്ഞു കൊടുക്കുക. ഇന്ന് രാത്രികാലം പറയാം, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് ഉറപ്പും അടിസ്ഥാനവും വേണമെങ്കിൽ ആഴത്തിൽ വചനത്തിന്റെ സത്യങ്ങൾ മനസ്സിലാക്കണമെന്ന് ദൈവാത്മാവ് ആഗ്രഹിക്കുന്നത്. ഞാൻ ആ വിഷയം ഇടയ്ക്ക് പറഞ്ഞു. നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഞാൻ മെൽക്കിസദേക്കിനെ പറ്റി വിശദീകരിക്കുന്നുണ്ട്. നമുക്ക് അന്നേരം അത് മനസ്സിലായി. എങ്കിലേ നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ, അത് ഞാൻ പറഞ്ഞത്, കേൾപ്പാൻ മാധ്യമമുള്ളവരാകാതെ നിങ്ങൾ എല്ലാവരെങ്കിലും കടന്നു വരണം. അടുത്ത ക്ലാസ്സിലും നമുക്ക് മെൽക്കിസദേക്കിനെ പറ്റി മനസ്സിലാക്കിയിട്ട് വേണം മുമ്പോട്ടുള്ള അധ്യായങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. ഞാൻ പറഞ്ഞ വാക്യത്തിലേക്ക് വരട്ടെ. എന്നാൽ ഇവിടെ പറയുകയാണ്, മെൽക്കിസദേക്കിന്റെ ഗുണപ്രകാരം എന്താണ്? എന്നേക്കും ഒരു പുരോഹിതൻ. ഇത് വായിച്ചപ്പോൾ ഒരു വാക്ക് പ്രത്യേകം പറയുന്നുണ്ട്. ഇതുവരെ ലേവ്യ പൗരോഹിത്യം എന്ന് പറയുന്നത് എന്നേക്കുമുള്ള പൗരോഹിത്യമല്ലായിരുന്നു. നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിക്കണം. 6-ാം വാക്യം, നീ മെൽക്കിസദേക്കിന്റെ ഗുണപ്രകാരം ഒരു പുരോഹിതൻ എന്ന് മാത്രം പറഞ്ഞിരുന്നെങ്കിൽ അവർക്ക് വീണ്ടും അത് കുഴപ്പമൊന്നുമില്ല, ഞങ്ങളുടെ പുരോഹിതന്മാരായിരുന്നല്ലോ. താൻ ഇവിടെ പറയുന്ന ഒരു വാക്ക് എന്നേക്കും പുരോഹിതൻ. നിങ്ങൾ വാക്ക് ശ്രദ്ധിക്കണം. ഇംഗ്ലീഷിൽ ഇങ്ങനെ വായിക്കുന്നത്, thou art a priest for ever എന്ന് പറഞ്ഞാൽ അത് കേട്ടപ്പോൾ അവർക്ക് വീണ്ടും സംശയമായി. ഇതെന്താ ഈ പറയുന്നത്? ഞങ്ങൾ കേട്ടിട്ടുള്ള പൗരോഹിത്യം എന്ന് പറയുന്നത് മാറി മാറി വരുന്നതാണല്ലോ, എന്നേക്കുള്ളൊരു പൗരോഹിത്യം ഇല്ലല്ലോ. താൻ ഇവിടെ കൊണ്ടുവരുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിതാവ് പുത്രനെ നോക്കി പറയുന്നൊരു കാര്യം, മെൽക്കിസദേക്കിന്റെ ഗുണപ്രകാരം എന്നേക്കും അവൻ പുരോഹിതനാണെന്നാണ് പിതാവ് കൊടുക്കുകയാണ്. അതായത് ലേവ്യ പൗരോഹിത്യത്തെക്കായാലും വലിയ നമ്മൾ പ്രാധാന്യമുള്ള മെച്ചമായ പൗരോഹിത്യം ക്രിസ്തുവിലൂടെ ഫോർ എവർ എന്നേക്കുമുള്ള ഒരു പൗരോഹിത്യം അവന് കൊടുക്കുകയാണ്. പിന്നെ രണ്ടാമത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ ഈ മെൽക്കിസദേക്കിനെ പറ്റി പറയുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ അടുത്ത ക്ലാസ് ഞാൻ പറയുന്നുണ്ട്, അവൻ രാജാവാണ്. രാജാവായ ഒരു പുരോഹിതൻ എന്നൊക്കെ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ.
രാജാവായ ഒരു പുരോഹിതൻ. അതായത് ഇവരുടെ പുരോഹിതന്മാരെല്ലാം പൗരോഹിത്യ ശുശ്രൂഷ മാത്രമുള്ളപ്പോൾ, ലേവ്യ പൗരോഹിത്യമുള്ളവർക്ക് ആ പൗരോഹിത്യ ശുശ്രൂഷ മാത്രമുള്ളപ്പോൾ, ഈ എന്നേക്കുമുള്ള പുരോഹിതന്റെ വ്യത്യാസം എന്ന് പറയുന്നത് അവൻ ഒരേ സമയത്ത് രാജാവുമാണ്, ഒരേ സമയത്ത് പുരോഹിതനുമാണ്. നമ്മൾ പുതിയ നിയമസഭയ്ക്ക് പൗരോഹിത്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പെന്തക്കോസ്തുകാർ പറയുന്നത്, ഓ നമ്മൾക്ക് പൗരോഹിത്യം എല്ലാം വിട്ടു വന്നവരാന്ന് പറഞ്ഞ്, നമ്മളെല്ലാം ഈ ലോഹയൊക്കെ ഊരി പൗരോഹിത്യം എല്ലാം വിട്ട് തെറ്റാന്ന് മനസ്സിലാക്കി വന്നവരാ. നമ്മൾ മനസ്സിലാക്കാത്തൊരു കാര്യം, നമ്മൾ പുരോഹിതന്മാരാണെന്നും നമുക്ക് പൗരോഹിത്യം ഉണ്ടെന്നും, എന്നാൽ ഈ ലോഹ ഇടുന്ന പോലെയുള്ള ലേവ്യ പൗരോഹിത്യമല്ല നമ്മുടേതെന്നും ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ബോധിപ്പിക്കുക. അത് നമുക്ക് പൗരോഹിത്യം ആരോടും ചോദിച്ചാൽ നിങ്ങൾക്ക് പൗരോഹിത്യം ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് പൗരോഹിത്യം ഉണ്ടെന്ന് തന്നെ പറയണം. ഇത് ഞങ്ങൾക്ക് പക്ഷേ ഈ ലേവ്യ പൗരോഹിത്യം അല്ല നമുക്കുള്ളത്. നമുക്ക് അഹരോൻ ഈ മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പുരോഹിതന. നമ്മൾ അത് തന്നെ ഒരു വാക്യം കൂടെ എടുത്തു, പത്രോസിന്റെ ലേഖനത്തിൽ നിങ്ങൾക്ക് അറിയാവുന്ന വാക്യമെങ്കിലും എടുത്തൊന്ന് വായിച്ചു പോയിക്കോ. 1 പത്രോസ് നമ്മൾ വായിക്കാം. നമ്മുടെ പൗരോഹിത്യം എന്താണെന്ന് പറയുന്നുണ്ട്. 1 പത്രോസ് അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 9-ാം വാക്യത്തിന് 9-ാം വാക്യം വായിച്ചോ. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും. മതി, ഇവിടെ ഒരു മിനിറ്റ് അവിടെ ശ്രദ്ധിച്ചാൽ, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. എന്താ ഇവിടെ എഴുതിയിരിക്കുന്നത്? നിങ്ങൾ ആരാന്ന് എഴുതിയിരിക്കുന്നത്? രാജകീയ പുരോഹിത വർഗം. നമ്മൾ പുരോഹിതന്മാരാണോ? നമ്മൾ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച നമ്മള് രാജകീയ പുരോഹിത വർഗമാ. നമ്മളൊരു രാജാക്കന്മാരും പുരോഹിതന്മാരുമാ. എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ പൗരോഹിത്യം ലേവ്യ പൗരോഹിത്യമല്ല. ഞാനത് പിന്നീട് പറഞ്ഞു വരുമ്പോൾ പറയാം. ഏത് പൗരോഹിത്യമാ? മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ വരിക. അവിടെ എന്നേക്കുമുള്ള മഹാപുരോഹിതനായിട്ട് ക്രിസ്തു ഉള്ളപ്പോൾ നമ്മൾ ആ കർത്താവിനോട് ചേർന്ന് അവിടുത്തെ പുരോഹിതന്മാരായിരിക്കുക. ഏത് ക്രമത്തിലാ? രാജകീയ പുരോഹിത വർഗം. നമുക്ക് ലോഹയിടുന്ന ലേവ്യ പൗരോഹിത്യമല്ല ഉള്ളത്. നമ്മൾ ക്രിസ്തുവിനോട് ചേർന്നുള്ള രാജകീയ പുരോഹിത വർഗമായി നമ്മൾ മാറുകയാണ്. ഞാനത് ജസ്റ്റ് ഇടയ്ക്ക് ഒന്ന് ഓർപ്പിച്ചു പോയെന്നുള്ളതേ ഉള്ളൂ. എന്നിട്ട് അടുത്ത വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് മടങ്ങി ആ വേദഭാഗത്തിലേക്ക് കടന്നു വരാം. അപ്പോൾ ഒന്ന്, ദൈവം അവന് കൊടുത്ത പൗരോഹിത്യമാണ്. രണ്ടാമത് അവന് കിട്ടിയ പൗരോഹിത്യം അത് മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള എന്നേക്കുമുള്ള പൗരോഹിത്യമാണ്. രണ്ട് കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. തന്നേരം ക്രിസ്തുവിന്റെ മഹാപൗരോഹിത്യത്തെ പറ്റിയുള്ള വിഷയങ്ങൾ ഉറപ്പിച്ചു വരികയാണ്. അന്നേരം അവർക്കൊരു സംശയം, അങ്ങനാണെങ്കിൽ ക്രിസ്തു അങ്ങനാണെങ്കിൽ ഞങ്ങളുടെ പൗരോഹിതന്മാരാരാന്നറിയാമോ? അവര് നമ്മൾ ആദ്യത്തെ വാക്യത്തിൽ വായിച്ചു, പൗരോഹിതന്റെ യോഗ്യത എന്ന് പറയുന്നത് സഹതാപം കാണിപ്പാൻ കഴിയുന്നവനായിരിക്കണം. അപ്പൊ ഇവൻ എന്താണ് യോഗ്യതയുള്ളത്? താൻ പെട്ടെന്ന് ഒരു വലിയ മർമ്മം താൻ വിവരിക്കണം. അടുത്ത വാക്യത്തിൽ പറയുന്നത് പുതിയ നിയമത്തിൽ ഒരു വലിയ മർമ്മമാ പറയുന്നത്. വാക്യം 7 വായിക്കുന്നത്. 7-ാം വാക്യം ഒന്ന് വായിച്ചു ആരെങ്കിലും. ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. മതി. ഈ വാക്യം നിങ്ങൾ വളരെ ശ്രദ്ധിച്ചൊന്ന് വായിക്കണം. പെട്ടെന്ന് അവനെ പിതാവ് അപ്പോയിന്റ് ചെയ്തതാണെന്നും പുത്രനെ അവന് ലഭിച്ച രാജകീയ പൗരോഹിത്യം എന്ന് പറയുന്നത് മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള എന്നേക്കുമുള്ള പൗരോഹിത്യമാണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവൻ നമ്മെപ്പോലുള്ളവനാണെന്ന് പറയുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നറിയാമോ? പെട്ടെന്ന് ഒരു ഭാഗം ക്രിസ്തുവിന്റെ ലോക ജീവിതത്തിലെ ഭാഗത്തെ പറ്റി പറയുക. ഇങ്ങനെ ആയിരിക്കുന്നത്, ഇൻ ദ ഡേയ്സ് ഓഫ് ഹിസ് ഫ്ലഷ് he offered up both prayers and supplications with loud crying and tears to the one able to save him from death, and he was heard because of his reverence. തന്റെ ഭയഭക്തി നിമിത്തം അവന് ഉത്തരം ലഭിക്കുകയും ചെയ്തു. ഞാനിവിടെ നിങ്ങൾ എല്ലാവരും ഒന്ന് പറയണം. ഞാനിവിടെ ഒരു കാര്യങ്ങൾ പറയുകയാണ്, അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് പറയണം. എന്തിനായിരുന്നു ഈ പ്രാർത്ഥന? നിങ്ങൾ ആരെങ്കിലും എടുത്തൊന്ന് പറയുന്നത്, എന്തിനായിരുന്നു ഈ പ്രാർത്ഥന? ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഈ വാക്യത്തിൽ പറയുന്നത് എന്തിനാണ് ഇവിടെ പ്രാർത്ഥിച്ചത്? ഇവിടെ നമ്മൾ വാക്യത്തിൽ ഞാൻ പറയാം, ഒന്നുകൂടെ വായിച്ചു കേൾപ്പിക്കാം.
ഇങ്ങനെ വാക്യം പറയുന്ന തൻ്റെ ഐഹിക ജീവിതകാലത്ത് താൻ പ്രാർത്ഥിച്ചു. എന്തിനാണ് താൻ പ്രാർത്ഥിച്ചതെന്ന് ചോദിച്ചത്? ക്രൂശീകരണം സഹിപ്പാനുള്ള കഴിവ് കിട്ടുന്നത് അല്ല, ഇവിടെ ഈ വാക്യത്തിൽ വായിച്ചിരിക്കുന്ന ക്രൂശ് ഒന്നും പറഞ്ഞിട്ടില്ല. ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് മരണത്തിൽ നിന്ന്, നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ച് വായിച്ചു നോക്കി എങ്ങനെയാന്ന്, എന്താ പറഞ്ഞേക്കുന്നത്? മരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ കഴിയുന്നവനോടുള്ള പ്രാർത്ഥന. എന്താ പ്രാർത്ഥന? എന്തായിരുന്നു? മനസ്സിലായില്ലേ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? മരണത്തിൽ നിന്ന് വിടുവിക്കാൻ കഴിയുന്നവനോട് യേശു കർത്താവ് പ്രാർത്ഥിച്ചു. ഇനി എങ്ങനെയുള്ള പ്രാർത്ഥനയായിരുന്നു? ആ വാക്യത്തിൽ തന്നെ ഉണ്ട്. ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടുമുള്ള പ്രാർത്ഥന. ഞാൻ പറയാൻ ശ്രദ്ധിച്ചോണേ. ഒന്ന്, മരണത്തിൽ നിന്ന് വിടുവിക്കാൻ കഴിയുന്നവനോടുള്ള പ്രാർത്ഥന. രണ്ടാമത് ആ വാക്യത്തിൽ തന്നെ പറയുന്നത് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടുമുള്ള പ്രാർത്ഥന. പിന്നെ വെറുതെ പ്രാർത്ഥിക്കുകയല്ലായിരുന്നു, വിശ്വാസത്തോടെ, അവിടെ ആ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന തന്നെ രക്ഷിക്കാൻ കഴിയുമെന്ന് ഉറപ്പുള്ളവനോടുള്ള പ്രാർത്ഥന. അങ്ങനെ എഴുതിയിരിക്കുന്നത്. ബാക്കി ഇങ്ങനെ വായിക്കുന്നത് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ തൻ്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോടുള്ള വിശ്വാസമുണ്ടായിരുന്നു. അവനോടാണ് എന്ത് ചെയ്ത്? ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ പ്രാർത്ഥിച്ചത്. ഇനി ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ്, ശ്രദ്ധിച്ചിട്ട് ഈ വാക്യം ശ്രദ്ധിച്ചിട്ട് പറയണം. എന്നിട്ട് ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയോ ഇല്ലേ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കിട്ടി. സംശയമുണ്ടോ? കേൾക്കുന്ന ആർക്കെങ്കിലും സംശയമുണ്ടോ? കിട്ടിയില്ലെന്ന് സംശയം ആർക്കെങ്കിലും ഉണ്ടോ? ഭയഭക്തി നിമിത്തം എന്ത് ചെയ്തു? ഉത്തരം കിട്ടി. അങ്ങനെ ആകുമ്പോൾ ഇപ്പൊ ഞാനൊരു കാര്യം ചെയ്തു. ബിൻ സിസ്റ്റർ പറഞ്ഞ പോലെ ക്രൂശിൽ മരിക്കുന്നതിനെ പറ്റിയാണെങ്കിൽ ഉത്തരം കിട്ടിയെങ്കിൽ ക്രൂശിൽ മരിക്കാതിരിക്കണ്ടേ? ഞാൻ സംശയം നിങ്ങൾക്ക് തിരിച്ച് സംശയം ചോദിക്കാൻ വേണ്ടിയാ, നിങ്ങൾക്ക് ഈ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാ. ഭയഭക്തി നിമിത്തം തന്നെ രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉച്ചത്തിൽ നിലവിളിച്ചു. താൻ എന്ത് ചെയ്തു? മരണത്തിൽ നിന്ന് വിടുവിക്കാൻ കഴിയുന്ന ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടി അഭയയാചന കഴിച്ചു. തന്നെ രക്ഷിക്കാൻ കഴിയുമെന്ന് ഉറപ്പുള്ളവനോടാണ്. ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ ക്രൂശിൽ മരിക്കുന്നതിനെ പറ്റി ആണെന്ന് നമ്മൾ ചിന്തിച്ചാൽ, എൻ്റെ ചോദ്യം, അങ്ങനെയാണെങ്കിൽ ഉത്തരം കിട്ടിയെങ്കിൽ ക്രൂശിൽ മരിക്കാതിരിക്കണ്ടേ? മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു. അല്ല, അത്തരം മരിക്കാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റെന്ന് പറയുമ്പോൾ അത് നമുക്ക് കേട്ടാൽ ശരിയാണെന്ന് തോന്നും, ഉയർത്തെഴുന്നേറ്റല്ലോ എന്ന്. പക്ഷെ മരിക്കാതിരിക്കാൻ വേണ്ടിയാ, മരണത്തിൽ നിന്ന് വിടുവിക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്തത്? പ്രാർത്ഥിച്ചത്. നിങ്ങളുടെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ ഇട്ടത് ഈ പറഞ്ഞത്. ഇതൊരു, ഞാൻ പറയാം, ഇത് പുതിയ നിയമത്തിലെ വലിയൊരു മർമ്മമാണ്. ഞാൻ അത് പറയാൻ വേണ്ടി നിങ്ങളോട് വന്നത്. നമ്മളെല്ലാവരും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യം, ഇത് തന്നെ ക്രൂശിൽ നിന്ന് വിടുവിക്കുന്നതിന് വേണ്ടി യേശു കർത്താവ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണെന്ന് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ കേട്ടിട്ടുള്ളതോ അതാ. അവന് എവിടെ ഭയങ്കര കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചത്? ഗെത്സമനേല അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം. എവിടെ പ്രാർത്ഥിച്ചത്? ഗെത്സമനേല. കർത്താവെ ഈ നീക്കി കളയണമെന്നെല്ലാം പ്രാർത്ഥിച്ചു. ഈ എനിക്ക് എടുക്കാൻ വയ്യാന്ന് പ്രാർത്ഥിച്ചു. നമുക്ക്, ഞാൻ പറയാം, അവിടെ എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഗെത്സമനെ ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടുള്ളൂ. എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചു? 3 പ്രാവശ്യം അല്ലേ? നിങ്ങൾ ആ വാക്യം ഒന്ന് എടുത്തോ. ഞാൻ ആ വാക്യം എടുത്ത് നമുക്ക് ആ ഭാഗത്തേക്ക് ഒന്ന് പോകാം. മത്തായി സുവിശേഷം ഒന്നെടുത്ത് പെട്ടെന്ന് 26:39. പിന്നെ അവൻ അല്പം മുമ്പോട്ട് ചെന്ന് കവിണു വീണു. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനമത്ര എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ. എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെ അല്ല, നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു അല്ലേ? തന്റെ പ്രാർത്ഥന ഒന്നാമത്. അതിന്റെ 42-ാം വാക്യം വായിച്ചേ. തുടങ്ങുന്ന എങ്ങനെയാന്ന് വായിച്ചേ. രണ്ടാമതും പോയി, പിതാവേ, ഞാൻ കുടിക്കാതെ അത് നീങ്ങിക്കൂടാ എങ്കിൽ നിന്റെ ഇഷ്ടമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ശ്രദ്ധിക്കുക, രണ്ടാമതും അവൻ പോയി പ്രാർത്ഥിച്ചു. പിന്നെ അതിന്റെ 44-ാം വാക്യം ഒന്ന് വായിച്ചേ. അവരെ വിട്ട് മൂന്നാമതും പോയി ആ വചനം മതി. മൂന്നാമതും എന്ത് ചെയ്തു? ഞാൻ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടി 3 പ്രാവശ്യം അവിടെ തന്നെ നിന്ന് യേശു കർത്താവ് എന്ത് ചെയ്യുന്നുണ്ട്? ആദ്യം പറയുന്നു, ഇത് കർത്താവ് എന്നെ കൊണ്ട് പറ്റത്തില്ല, നീ കളയണം. രണ്ടാമത് പറയുന്നുണ്ട്, എങ്കിലും എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന്. ഞാൻ പറയുന്നത്, ഇവിടെ നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷത്തിലൊക്കെ വായിക്കുമ്പോൾ അവൻ തൻ്റെ വേർപ്പുള്ളിലെ രക്തത്തുള്ളികൾ പോലെ ആയി എന്ന് പറയുന്നു. താൻ അതിവേദനയിലായി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതെല്ലാം കർത്താവിന്റെ ക്രൂശുമരണത്തെ പറ്റിയാ. പക്ഷെ എന്നാൽ ഒരു കാര്യം, ഈ ക്രൂശുമരണത്തെ പറ്റിയല്ല ഇവിടെ പറയുന്നത്. അത് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. നിങ്ങൾ ഈ ഒരു വലിയ മർമ്മം മനസ്സിലാക്കാൻ വേണ്ടി ഞാനിത് പറയുന്നത്. ഇത് ക്രൂശുമരണത്തെ പറ്റി അല്ല പറയുന്നത്. യേശു കർത്താവ് ഇതിനു മുമ്പ് വേറെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നിങ്ങൾക്കറിയാമോ? നിങ്ങൾ അടുത്ത ചോദ്യമോ?
എന്നിട്ട് ഇതിപ്പം നമ്മൾ പ്രാർത്ഥിച്ചു. ഓക്കെ, ഇത് നമുക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു ഈ മരണത്തിൽ രക്ഷിപ്പാൻ കഴിയുന്നവനോട് പറഞ്ഞുകൊണ്ട് യേശു കർത്താവ് മരിച്ചു, പിന്നെ ഉയർത്തെഴുന്നേറ്റ് രണ്ടാമത്തെ കാര്യം. പക്ഷേ മരിച്ചത് കൊണ്ട് ഈ പ്രാർത്ഥന ഇതിനെ പറ്റിയല്ല പറയുന്നത്, മരിക്കാൻ താൻ ക്രൂശിൽ പോകുന്നതിനെ പറ്റി അല്ല പറഞ്ഞത്. അന്നേരം പിന്നെ അതിനെപ്പറ്റി 2-3 വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് എടുത്തൊന്ന് നിങ്ങൾ വായിച്ച്, പെട്ടെന്ന് സമയം പോയി, നമ്മുടെ സമയം തീരാറായി, എന്നാൽ ഇത് പറയാതെ പോകാൻ പറ്റത്തില്ല, അല്ല പിന്നെ കൺഫ്യൂഷൻ ആകും. മത്തായി സുവിശേഷം 14:23 ഒന്ന് വായിക്കാം. പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. അതിന് മുമ്പ് യേശു കർത്താവ് പ്രാർത്ഥിക്കാൻ 23-ാം വാക്യം, 23 അല്ലേ? അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. അതേത് വാക്യോ? 23. ഇവിടെ ശ്രദ്ധിക്കണം, ഒരു വലിയ മിറക്കിൾ ചെയ്തു. നിങ്ങൾക്ക് തൊട്ട് പുറകിലത്തെ വാക്യം നിങ്ങൾക്ക് എന്താ ചെയ്ത്? 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച് മിച്ചമെല്ലാം എടുത്തിട്ട്, ഒരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഉടനെ, ആ വാക്യമല്ലേ തുടങ്ങുന്നത്, ഉടനെ, അങ്ങനല്ലേ, പെട്ടെന്ന് അങ്ങനെ എഴുതിക്കുന്നത്, ഉടനെ താൻ എന്ത് ചെയ്തു? ഇവരെ വിട്ടേച്ച് എവിടെ പോയി? മലയിൽ പ്രാർത്ഥിക്കാൻ പോയി. എന്നിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു അക്കരയ്ക്ക് പൊക്കോളാൻ. താൻ ഒരു ഏകാന്തതയിലേക്ക് പോയിരുന്നു പ്രാർത്ഥിക്കാൻ പോവുക, ബാക്കിയുള്ള എല്ലാവരും മാറ്റിയിട്ട്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഈ പ്രാർത്ഥന എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവോ? ഞാൻ നിങ്ങളുടെ ചിന്തയ്ക്ക് വേണ്ടി പറയാൻ വേണ്ടിയാ. പെട്ടെന്ന് കർത്താവിനോടെ ഒരു വലിയ മിറക്കിൾ ചെയ്തിട്ട് താൻ പ്രാർത്ഥിക്കാൻ പോയതിന്റെ ഉദ്ദേശം എന്നാണെന്നറിയാവോ? നിങ്ങൾ അടുത്ത വാക്യം ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം എടുത്തു. ഞാൻ നിങ്ങൾക്ക് ഏതായാലും 5 മിനിറ്റ് കൂടെ പെട്ടെന്ന് നമുക്ക് ആ വാക്യം ഒന്ന് പറഞ്ഞു തീർക്കാം. അപ്പോൾ ചില ആളുകൾ പക്ഷവാതം പിടിച്ച ഒരു മനുഷ്യനെ കിടക്കയിൽ എടുത്ത് കൊണ്ടുവന്ന് അവനെ അകത്തു കൊണ്ടുവന്ന് അവന്റെ മുമ്പിൽ വെക്കുവാൻ ശ്രമിച്ചു. ാണോ? ശീമോൻ പത്രോസ് അത് കണ്ടിട്ട് ആ 5:16, സോറി, ഞാൻ 5:16 ഒന്ന് വായിച്ചേ. എന്നാൽ അവനെ കുറിച്ചുള്ള വർത്തമാനം അധികം പരന്നു. അവനോ നിർജ്ജന ദേശത്ത് വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ശ്രദ്ധിക്കുക, ഇവിടെ നിങ്ങൾ ഈ ഭാഗത്ത് യേശു കർത്താവ് പ്രാർത്ഥിച്ചപ്പോഴാണെന്നറിയോ? ഒരു വലിയ മിറക്കിൾ ചെയ്തതിന് ശേഷമാ. ഒരു കുഷ്ഠരോഗിയെ എന്ത് ചെയ്തു? സൗഖ്യമാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്തു? നമ്മുടെ പറയുക, അവനോ സൗഖ്യമാക്കിയതിന് ശേഷം ഒരു വിജന പ്രദേശത്ത് പോയി എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ നിങ്ങൾക്ക് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ചിന്ത, ഈ 2 പ്രാർത്ഥനയ്ക്കകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? ഞാൻ നിങ്ങളുടെ ഒരു ചിന്തയ്ക്ക് വേണ്ടി പറയുക. ഒരു മിറക്കിൾ ചെയ്തിട്ട് യേശു കർത്താവ് ഒരു വിജന സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചു. ഒരു വലിയ ശുശ്രൂഷ ചെയ്തിട്ട് താൻ എല്ലാവരെയും വിട്ടേച്ച് പോയി മാറിയിരുന്നു പ്രാർത്ഥിച്ചു. ഇനി ഒരു വാക്യം എടുത്തു, മർക്കോസ് 1:35 എടുത്തോ. ഞാൻ 2-3 നിങ്ങളുടെ ഒന്ന് ചിന്തയ്ക്ക് വേണ്ടിയാ, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. മർക്കോസ് 1:35. അധികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. ശ്രദ്ധിക്കുക, അതിന് തൊട്ട് പുറകിൽ എന്താ ചെയ്തേക്കെന്നറിയോ? ഒത്തിരി നാനാ വ്യാധികളിൽ വലഞ്ഞവരെ ഒരു വലിയ മിറക്കിൾ ചെയ്തിട്ട് താൻ വന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? താൻ ലേറ്റായിട്ടായിരിക്കും വന്നിരിക്കുന്നത്. അധികാലത്തെ എഴുന്നേറ്റ് ഇരുട്ടോടെ അവൻ എന്ത് ചെയ്തു? വിജന സ്ഥലത്ത് എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ നിങ്ങൾക്ക് ചില ചിന്തകൾ, നിങ്ങൾക്ക് 2-3 വാക്യങ്ങളൂടെ ഞാൻ തരാം, സമയം തീർന്നല്ലോ. ഞാൻ നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു. ലൂക്കോസ് നമ്മളിപ്പം വായിച്ചതാണ്. ലൂക്കോസ് 9:28, അതുപോലെ തന്നെ 3:21, പിന്നെ താൻ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ലൂക്കോസ് 6:12. നിങ്ങൾ ഈ വാക്യങ്ങളൊക്കെ എടുത്താൽ യേശു കർത്താവ്, നിങ്ങൾ പിന്നെ വീട്ടിൽ പോയി പ്രാർത്ഥിച്ച വാക്യങ്ങൾ വായിച്ചാൽ മതി. താൻ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് താൻ എന്ത് ചെയ്യുന്നറിയാവോ? താൻ പോയി പ്രാർത്ഥിച്ചിട്ട് താൻ ഇറങ്ങി വന്നു. ഞാൻ പറയാം. പിന്നെ 5:16 കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയിട്ട് വരുമ്പോൾ താൻ എന്ത് ചെയ്തു? സൗഖ്യമായി. പിന്നെ 5 അപ്പവും 2 മീനും കൊണ്ട് സൗഖ്യമാക്കിയപ്പോൾ താൻ പെട്ടെന്ന് മലയിൽ കയറി പ്രാർത്ഥിച്ചു. പിന്നെ താൻ സ്നാനപ്പെട്ടിരിക്കുമ്പോൾ താൻ പ്രാർത്ഥിച്ചു. ഇങ്ങനെ
യേശു കർത്താവ് പ്രാർത്ഥിച്ച ഒത്തിരി വാക്യങ്ങളും ഞാൻ അത് നിങ്ങൾക്ക് വായിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ യേശു കർത്താവ് പ്രാർത്ഥിച്ചത് ഉത്തരം കിട്ടിയ പ്രാർത്ഥന എന്താണെന്നുള്ളതാണ് നിങ്ങളുടെ മുമ്പിലെ ഒരു ചോദ്യമായിട്ട് ഞാൻ ഇടുക. എന്നാൽ പിന്നെ ഈ ആഴ്ചത്തെ ക്ലാസ് നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി ഇടാം. അടുത്ത ആഴ്ച അടുത്ത ക്ലാസ്സിൽ മതിയല്ലോ ബാക്കി, അതൊക്കെ പറഞ്ഞിട്ട് പോകണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് യേശു കർത്താവ് ക്രൂശിൽ മരിക്കുന്ന മരണമല്ല. ആയിരുന്നെങ്കിൽ ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിച്ചെങ്കിൽ ക്രൂശിൽ മരിക്കരുതായിരുന്നു. എന്നാൽ യേശു കർത്താവ് പ്രാർത്ഥിച്ച മറ്റ് സന്ദർഭങ്ങളാണ് വായിച്ചത്. ഞാൻ എന്നാ പിന്നെ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാ, ഞാൻ പറഞ്ഞേക്കാം നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ എബ്രായ ലേഖനത്തിൽ വായിക്കുമ്പോൾ അവിടെ തന്നെ നമ്മൾ വായിച്ച വാക്യത്തിൽ എബ്രായ ലേഖനത്തിലേക്ക് മടങ്ങി വരാം. അവിടെ ഞാൻ ഒരു വാക്യം കാണിക്കാം. ഇവിടെ യേശു കർത്താവ് പറയുന്നത്, ഈ വാക്യം താൻ എന്തിനാ എടുത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തുല്യം പരീക്ഷിക്കപ്പെട്ട ഒരുവനാണെന്ന് പറയാൻ വേണ്ടിയാ. എന്ത് ചെയ്തു? നമുക്ക് തുല്യം എന്ത് ചെയ്തു? പരീക്ഷിക്കപ്പെട്ട ഒരുവനാണ്. സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. 5-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തിൽ പറയുന്ന പോലെ ഇവിടെ നമ്മളെപ്പോലെ പ്രതിസന്ധികളിൽ അകപ്പെട്ട് നിലവിളിച്ച് കരഞ്ഞ ഒരു വ്യക്തിയായിരുന്നു യേശു കർത്താവ്. പക്ഷേ താനിക്ക് ഉത്തരം ലഭിച്ചു എല്ലാറ്റിനും. അതെന്താണെന്നറിയാമോ? ഞാൻ പറയാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ വായിക്കുന്നത് അതിൻ്റെ 4:15 വായിക്കുമ്പോൾ താൻ പാപം ഒഴികെ, അങ്ങനെ മലയാളത്തിൽ തെറ്റാ ഞാൻ പറഞ്ഞത്, അവൻ നമുക്ക് തുല്യം പരീക്ഷിക്കപ്പെട്ടെങ്കിലും അവൻ പാപം ചെയ്തില്ല എന്നൊരു വാക്യമുണ്ട്. He did not sin. He tempted in all extent like ours, but he did not sin. നമ്മളെപ്പോലെ എല്ലാ തലത്തിലും പരീക്ഷിക്കപ്പെട്ടു, പക്ഷെ അവൻ എന്ത് ചെയ്തില്ല? പാപം ചെയ്തില്ല. പാപത്തിന്റെ ശമ്പളം എന്താണെന്നറിയോ? മരണം. ഞാൻ ഈ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞു തരാം. യേശു കർത്താവ് കരഞ്ഞ് മറുപടി ലഭിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മനുഷ്യന്റെ നാച്ചുറലാ. ഞാനിപ്പോൾ ഒരു വലിയ ശുശ്രൂഷ ചെയ്തിട്ട് ഇറങ്ങി വരുമ്പം അറിയാതെ എൻ്റെ ഹൃദയത്തിൽ നിഗളമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സൗഖ്യം ലഭിച്ച മനുഷ്യനാ, പെട്ടെന്ന് എൻ്റെ മനസ്സിൽ എന്താകാം. അതുപോലെ തന്നെ ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ, നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ പരീക്ഷയിൽ അകപ്പെടാനുള്ള സാധ്യതയുണ്ട്. കർത്താവിൻ്റെ ജീവിതത്തിൽ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ, തനിക്കൊരു പൊസിഷൻ ലഭിച്ചപ്പോൾ, താനൊരു ശുശ്രൂഷയിൽ എല്ലാ നിലകളിലും താനെ ടെംപ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ, ഒരു സാധാരണ മനുഷ്യനെ പോലെ വിശപ്പും ദാഹവും ക്ഷീണവും അധ്വാനവും വേദനയും ഒക്കെ അനുഭവിച്ചവനാ കർത്താവ്. നമുക്ക് തുല്യം പരീക്ഷിക്കപ്പെട്ടവനായിരുന്നു. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, എന്നാൽ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ താൻ പാപത്തിൽ വീഴാതിരിക്കാൻ വേണ്ടി തൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് പിതാവിനോടുള്ള ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടി പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു ശുശ്രൂഷ ചെയ്ത് കഴിഞ്ഞു വന്നു കഴിഞ്ഞാൽ താൻ പിതാവിൻ്റെ സന്നിധിയിൽ നെടുമ്പാട് വീഴും. അപ്പാ ഒരിക്കലും ഇത് എന്ത് ചെയ്യല്ലേ, ഞാൻ നിഗളിച്ച് പാപത്തിൽ വീണ് ഞാൻ മരിക്കരുത്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ മനസ്സിലായി, പാപത്തിന്റെ ശമ്പളം എന്താ? മരണമാ. തൻ്റെ അനുദിന ജീവിതത്തിലും, അതുകൊണ്ടാണ് ഇവിടെ ലേഖനകർത്താവ് എഴുതിയിരിക്കുന്നത്, തന്നെ മരണത്തിൽ നിന്ന് വിടുവിപ്പാൻ. അതുകൊണ്ട് കർത്താവ് തൻ്റെ ജീവിതത്തിൽ ഓരോ മേഖലകളിലും പരാജയപ്പെടാതിരിക്കുന്നതിന് വേണ്ടി താൻ തുടക്കത്തിൽ അധികാലത്തെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. കർത്താവ്, ഇന്ന് പാൽക്കാലം എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്ത് ചെയ്യല്ലേ, ഞാൻ പാപത്തിൽ വീഴരുത്, അതിന്റെ ഫലമായ മരണം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. താൻ എന്ത് ചെയ്തു? ഭയഭക്തിയോടെ താൻ നിലവിളിച്ചു. നമ്മൾ വചനം വായിക്കുന്നത് എന്ത് ചെയ്തു? ഭയഭക്തി നിമിത്തം തനിക്ക് ഉത്തരം ലഭിച്ചു. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അതായത് തൻ്റെ ക്രിസ്തീയ ജീവിതത്തിന് തൻ്റെ ദിവസങ്ങളുടെ ആരംഭത്തിൽ തൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത്, കർത്താവേ, ഇന്ന് പകൽക്കാലം ഞാൻ പോകുമ്പോൾ, നിനക്ക് വേണ്ടി ചെയ്യുമ്പോൾ ഞാൻ തെറ്റിലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം, നമ്മളെപ്പോലുള്ള ജഡത്തിലായിരുന്നു കർത്താവും ജീവിച്ചത്. ലോകം, ജഡം, പിശാച് എല്ലാം കർത്താവിനെയും അറ്റാക്ക് ചെയ്തു. പക്ഷെ അവൻ ജയിച്ചതിന്റെ കാരണം താൻ എന്ത് ചെയ്തു? നമ്മൾ ഈ വാക്യത്തിൽ വായിക്കുന്നു, ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയാചന കഴിച്ചു. ഓരോ ദിവസവും താൻ കഴിച്ചത്, രാത്രിയിൽ മലമേൽ പോയത്, തൻ്റെ ശുശ്രൂഷയ്ക്ക് ശേഷം താൻ പ്രാർത്ഥനയ്ക്ക് പോയത്, അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് താൻ ഒരിക്കലും നിഗളത്തിലോ അല്ലെങ്കിൽ തെറ്റിലോ വീണ് താൻ എന്ത് ചെയ്യല്ല, താൻ ഈ പാപത്തിൽ വീഴരുത്. ഞാൻ ഈ വേദഭാഗം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പം എൻ്റെ മനസ്സിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞ കാര്യം എന്നറിയോ? ഞാൻ പറഞ്ഞു, വളരെ കെയർഫുൾ ആയിരിക്കണം നിന്റെ ശുശ്രൂഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നത് മാത്രമല്ല, ഓരോ ദിവസവും പോകുമ്പോൾ നമ്മൾ ജയാളികളായി ജീവിക്കണമെങ്കിൽ നമുക്ക് വേണ്ടി എന്നാണെന്നറിയാമോ? ഉറച്ച നിലവിളിയും കണ്ണുനീരോടും കൂടെ അപേക്ഷയാചന. ഒരു ശുശ്രൂഷ ചെയ്യുന്നതിന് മുമ്പ്, ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ്
താൻ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ തനിക്കറിയാം വേണമെങ്കിൽ ഇത്രയും കൊട്ട മിച്ചം വന്നു. അവിടെ യേശുവേ നിന്റെ ശുശ്രൂഷ അല്ലെങ്കിൽ നിന്റെ ഇത് ഭയങ്കരമായിരുന്നു എന്ന് പറയുമ്പോൾ, കർത്താവേ ഞാൻ അറിയാതെ നിഗളത്തിൽ വീണു പോകരുത്, ഞാൻ അറിയാതെ ഞാൻ ഉയർന്നു പോകരുത് എന്നുള്ളൊരു ചിന്ത തൻ്റെ ജീവിതത്തിൽ വന്നുകൊണ്ട് എന്താണെന്നറിയോ, തനിക്ക് ഭയഭക്തി നിമിത്തം തനിക്ക് എന്ത് ചെയ്തു? ഉത്തരം ലഭിച്ചു. താൻ മരണത്തിന് അടിമപ്പെട്ടില്ല. ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായോ? ഓരോ ദിവസവും നമ്മുടെ ക്രിസ്തീയ ജീവിതവും ദൈവം നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നത് ഇതേ നിലയില്. He tempted in every aspect, same like ours, but yet he without sin. നമ്മൾ സാധാരണ ആൾക്കാരിലെ നമ്മളെ പഠിപ്പിക്കുന്നത് ഗെത്സമനേലിലെ പ്രാർത്ഥിച്ചു വിടുതൽ കിട്ടിയെന്ന്. അതല്ല കാര്യം. ഇത് പറയുന്നതെന്ന് അറിയാമോ? നമുക്ക് തുല്യം പരീക്ഷിക്കപ്പെട്ട, നമ്മളെ പോലെ എല്ലാ പ്രതിസന്ധികളും അനുഭവിച്ച, എന്നാൽ ജയാളിയായിരുന്നൊരു കർത്താവുണ്ട്. അവനാ നമ്മുടെ മഹാപുരോഹിതൻ. അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്. രാത്രിക്കാലം ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. അടുത്ത ദിവസം വരുമ്പോൾ ഞാൻ ഇച്ചിരി വിശദീകരിക്കാം ഈ വാക്യം. നിങ്ങൾ വീട്ടിൽ പോയി ആ വിഷയങ്ങൾ ധ്യാനിക്കുക. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിക്കുമ്പോൾ വളരെ ഓർമ്മിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ജയാളിയാകണമെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടിന്മേൽ എല്ലാ ദിവസവും നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പേ, നമ്മൾ ഓരോ കാര്യങ്ങൾ കഴിയുന്നതിന് മുമ്പ് കർത്താവേ ഒരിക്കലും ഞാൻ മരണത്തിന് അകപ്പെടുന്ന പാപത്തിലേക്ക് വീഴാതെ ഉറച്ച നിലവിളിയോടും ഓ ലോർഡ് ജീസസ് ഹെൽപ്പ് മീ, നീ എന്നെ സഹായിക്കണമെന്നുള്ളൊരു നിലവിളി ഹൃദയത്തിനകത്ത് നിന്ന് എപ്പോഴും ഉണ്ടെങ്കിൽ ഞാൻ പറയാം അവൻ ജയാളിയായിട്ട് ജീവിക്കാൻ പറ്റും. രാത്രികാലം നമ്മളെ ദൈവകരങ്ങൾ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. നമുക്ക് തുടർന്ന് പ്രാർത്ഥിക്കാൻ പോവാം. പ്രാർത്ഥിച്ച് മീറ്റിംഗ് അവസാനിപ്പിക്കാൻ പോവുക. അതിന് മുമ്പായിട്ട് എല്ലാവരും ഒരു നിമിഷം കണ്ണുകളെ അടച്ച് പറഞ്ഞാട്ടെ. നമ്മൾ കുറച്ച് പേരെ ഇന്ന് രാത്രികാലം കേട്ടുള്ളൂ. ഞാൻ പറയട്ടെ, നമ്മളെ ഉറച്ച് കർത്താവ് നമുക്കൊരു മാതൃക കാണിച്ചിരിക്കുക. ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അഭയയാചന കഴിച്ചിട്ട് നമ്മൾ പറയുകയാണ്, താൻ മരണത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടവനായി. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും ജയാളികളായി ജീവിക്കണമെങ്കിൽ ദൈവത്തിന് നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നത് തന്നെയാണ്. രാത്രികാലം നമ്മളെല്ലാം ഏൽപ്പിക്കാം. അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇപ്പം അനുഭവത്തിൽ പ്രാർത്ഥിച്ച് നമുക്ക് മീറ്റിംഗ് അവസാനിപ്പിക്കാം. സ്വർഗീയ ഞങ്ങളുടെ നല്ല കർത്താവേ,